ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രൈമൽ പവർ മീഡിയ. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഈ ഫെബ്രുവരി മാസം തിയേറ്ററുകളിലും OTT-യിലും റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ തൊട്ടുതാഴെയുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡയറക്ടർ മകൾ തിരുമേനി കഥ എഴുതിയിട്ട് സംവിധാനം ചെയ്ത് അജിത് കുമാർ, തൃഷ കൃഷ്ണൻ, അർജുൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച വിടമുയർച്ചി ഫെബ്രുവരി 6-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. MT വാസുദേവൻ നായരുടെ കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, സുരേഷ് ഗോപി, ക്യാപ്റ്റൻ രാജു, മാധവി, ഗീത, ദേവൻ, ബാലൻ കെ നായർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച സൂപ്പർ ഹിറ്റ് മൂവി ഒരു വടക്കൻ വീരഗാഥ റിലീസിന് ഒരുങ്ങുന്നു. ഫെബ്രുവരി 7-ാം തീയതിയാണ് തിയേറ്ററുകളിലേക്ക് ഈ സിനിമ എത്തുന്നത്. ഡയറക്ടർ ശരൺ വേണുഗോപാൽ കഥ എഴുതി സംവിധാനം ചെയ്ത് ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻസിയർ ലോപ്പസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച നാരായണീൻ്റെ മൂന്നാം മക്കൾ എന്ന മൂവി ഫെബ്രുവരി 7-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ കൈത് ഗോമസ് സംവിധാനം ചെയ്ത് ഇമേഷ് രശ്മി ആൻഡ് പ്രഭുദേവ, കൃതി കുൽക്കർണി, ജോണി ലിവർ, സണ്ണി ലിയൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ബഡാസ് രവികുമാർ എന്ന മൂവി ഫെബ്രുവരി 7-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ചന്തു മോന്തരി കഥ എഴുതി സംവിധാനം ചെയ്ത് നാഗചൈതന്യ, സായ് പല്ലവി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച താണ്ടൽ ഫെബ്രുവരി 7-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ സനൽ വി ദേവൻ സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി, ഗൗതം മേനോൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച വരാഹം ഫെബ്രുവരി 7-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ അദ്വൈത് ചന്ദൻ കഥ എഴുതി സംവിധാനം ചെയ്ത് ജുനീദ് ഖാൻ, ഖുഷി കപൂർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ലവ് യപ്പ എന്ന മൂവി ഫെബ്രുവരി 7-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ഓമി ഉഗ്ബെ സംവിധാനം ചെയ്ത് ഡാനിയൽ എറ്റിംഗ് എഫിയോങ്, ബോലാജി ഒഷുങ് മോഗ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച സമ്മർ റെയിൻ ഫെബ്രുവരി 7-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ആരതി കടവ് സംവിധാനം ചെയ്ത് നിഷാന്ത് ഒഹിയ, സന്യ മൽഹോത്ര എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച മിസ്സിസ് എന്ന മൂവി ഫെബ്രുവരി 7-ാം തീയതി ZEE5 OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നതാണ്. ഡയറക്ടർ ബൊമൻ ഇറാനി സംവിധാനം ചെയ്ത് ബൊമൻ ഇറാനി, അവിനാഷ് തിവാരി, ശ്രേയ ചൗധരി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ദ മേത്ത ബോയ്സ് ഫെബ്രുവരി 7-ാം തീയതി ആമസോൺ പ്രൈം OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നതാണ്. ഡയറക്ടർ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, ആര്യ സലീം എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച നരിവേട്ട ഫെബ്രുവരി 8-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ MC ജോസഫ് കഥ എഴുതി സംവിധാനം ചെയ്ത് ആന്റണി ജോസഫ്, ഹക്കീം ഷാ, ഉണ്ണി ലാലു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച മീശ ഫെബ്രുവരി 7-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ പാട്രിക് റൂസൻ സംവിധാനം ചെയ്ത് ഡ്യാലൻ സ്പോസ്, മാസൺ ഗ്രൂബിക്, മെഗാർഡ് സ്കോട്ട് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ആഫ്റ്റർമത്ത് എന്ന മൂവി ഫെബ്രുവരി 10-ാം തീയതി നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നതാണ്. സർവൈവിംഗ് ബാക്ക് ഹവാക് ഡൗൺ എന്ന വെബ് സീരീസ് നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമിലൂടെ ഫെബ്രുവരി 10-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. ഡയറക്ടർ കങ് ഹൈ ചുൽ സംവിധാനം ചെയ്ത ആനിമേഷൻ മൂവി ദ വിച്ചർ സൈറൺ ഓഫ് ദ ഡീപ് നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമിലൂടെ ഫെബ്രുവരി 11-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. ഡയറക്ടർ ഡീനോ ഡെന്നിസ് കഥ എഴുതി സംവിധാനം ചെയ്ത് മമ്മൂട്ടി, ഗൗതം മേനോൻ, ബാബു ആന്റണി, ഷറഫുദ്ദീൻ, ജഗദീഷ്, സിദ്ധാർത്ഥ് ഭരതൻ, ഷമി തിലകൻ, സ്ഫടികൻ ജോർജ്, ഷൈൻ ടോം ചക്കോ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ബസൂക്ക ഫെബ്രുവരി 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ജൂലിസ് ഒനാക് സംവിധാനം ചെയ്ത് ആന്റണി മക്കി, ഡാനി റമീസ്, ഷിറ ഹാഗ്സ്, കാൾ ഡുബ്ലി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ക്യാപ്റ്റൻ അമേരിക്ക ബ്രാവ് ദ ന്യൂ വേൾഡ് എന്ന മൂവി ഫെബ്രുവരി 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ലക്ഷ്മൺ ഉദയക്കർ സംവിധാനം ചെയ്ത് വിക്കി കൗശൽ, രശ്മിക മദന എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ചാവ എന്ന മൂവി ഫെബ്രുവരി 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ഭാസ്കർ സംവിധാനം ചെയ്ത് സിദ്ധു ജോലനഗണ്ട, വൈഷ്ണവി ചൈതന്യ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ജാക്ക് എന്ന മൂവി ഫെബ്രുവരി 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ അർജുൻ ഡി ജോസ് കഥ എഴുതി സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ, മാത്യു തോമസ്, മഹിമ നമ്പ്യാർ, കലാപൻ, ഷാജോൺ, ശ്യാം മോഹൻ, ബിനു പപ്പു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച റൊമാൻസ് എന്ന മൂവി ഫെബ്രുവരി 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത് ആന്റണി വർഗീസ്, ലിജിമോൾ ജോസ്, വിജയരാഘവൻ, സൈജു കുറുപ്പ്, അജു വർഗീസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ദാവീദ് എന്ന മൂവി ഫെബ്രുവരി 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ജയപ്രകാശ് രാധാകൃഷ്ണൻ കഥ എഴുതി സംവിധാനം ചെയ്ത് വിനീത്, രോഹിണി, ലിജിമോൾ ജോസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച കാതൽ 80 പോത് ഉടമൈ എന്ന മൂവി ഫെബ്രുവരി 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ രാം നാരായണൻ സംവിധാനം ചെയ്ത് വിശ്വക്സൻ, വെണ്ണല കിഷോർ, ആകാംക്ഷ ശർമ്മ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ലൈല ഫെബ്രുവരി 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ജിത്തു മാധവന്റെ കഥയിൽ ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത് സജിൻ ഗോപു, അനശ്വര രാജൻ, റിയാസ് ഖാൻ, അബു സലീം, ചന്തു സലീം കുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച പൈങ്കിളി ഫെബ്രുവരി 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. പഞ്ചാബി കോമഡി മൂവി LT ഫെബ്രുവരി 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നതാണ്.
യാമി ഗൗതം, പ്രതീക് ഗാന്ധി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ധൂം ധാം എന്ന മൂവി ഫെബ്രുവരി 14 നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നതാണ്. അഭിലാഷ് പിള്ളയുടെ കഥയിൽ വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ, ഗോകുൽ സുരേഷ്, അഖില ഭാർഗവൻ, സൈജു കുറുപ്പ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച സുമതി വളവ് ഫെബ്രുവരി 15 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ പ്രവീൺ സംവിധാനം ചെയ്ത് അനുപമ പരമേശ്വരൻ, ദർശന രാജേന്ദ്രൻ, സംഗീത കൃഷി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച പർദ്ദ എന്ന മൂവി ഫെബ്രുവരി 18 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഷാഹി കബീറിൻ്റെ കഥയിൽ ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി, വൈശാഖ് നായർ, ജഗദീഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന മൂവി ഫെബ്രുവരി 20 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. അമേരിക്കൻ ത്രില്ലർ വെബ് സീരീസായ സീറോ ഡേ ഫെബ്രുവരി 20 നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നതാണ്. ശേഖർ കമുല കഥ എഴുതി സംവിധാനം ചെയ്ത് നാഗാർജുന, ധനുഷ്, രശ്മിക മദന എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച കുബേര ഫെബ്രുവരി 21 ഫെബ്രുവരി 27 റിലീസ് ചെയ്യുന്നതാണ്. ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയാണ്. ഡയറക്ടർ അശ്വത് മാരിമുത്തു കഥ എഴുതി സംവിധാനം ചെയ്ത് പ്രദീപ് രംഗനാഥൻ, കായാടു ലോഹർ, അനുപമ പരമേശ്വരൻ, ഗൗതം മേനോൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഡ്രാഗൺ എന്ന മൂവി ഫെബ്രുവരി 21 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ധനുഷ് കഥ എഴുതി ധനുഷ് സംവിധാനം ചെയ്ത് പവിഷ്, അനിക സുരേന്ദ്രൻ, പ്രിയ പ്രകാശ് വാര്യർ, മാത്യു തോമസ്, വെങ്കിടേഷ് മേനോൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച നിലാവുക്ക് എന്മേൽ എന്നടി കൊമ്പ് എന്ന മൂവി ഫെബ്രുവരി 21 റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ മാർട്ടിൻ കാമ്പൽ സംവിധാനം ചെയ്ത് ഡെയ്സി റിഡ്ലി, ടാസ്ക് സ്കെയിലർ, ക്രൈ ഓവൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ക്ലീനർ എന്ന മൂവി ഫെബ്രുവരി 21 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ സൈമൺ വെസ്റ്റ് സംവിധാനം ചെയ്ത് ക്രിസ്റ്റോഫ് വാൾട്സ്, ലൂസി ലിയു, കൂപ്പർ ഓഫ് മാൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഓൾഡ് ഗൈ ഫെബ്രുവരി 21 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത് ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ, ജോണി ആൻ്റണി, ചെമ്പൻ വിനോദ് ജോസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഗെറ്റ്സ് ഇറ്റ് ബേബി എന്ന മൂവി ഫെബ്രുവരി 21 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡയറക്ടർ ബോബൻ സാമുവൽ സംവിധാനം ചെയ്ത് സൗബിൻ താഹിർ, ധ്യാൻ ശ്രീനിവാസൻ, നമിത പ്രമോദ്, ദിലീഷ് പോത്തൻ, വിനീത് തട്ടിൽ, മനോജ് KU എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച മച്ചാൻ്റെ മാലാക എന്ന മൂവി ഫെബ്രുവരി 27 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം. ബൈ.